ഇത് നമ്മൾ ഒറിജിനൽ എന്ന് പറയുന്നില്ല. ഇതും ക്രോസ് എന്ന് പറയുന്നത്. ഇതെല്ലാം ചന്തന്ന് പിടിച്ച് കയറി വരുന്ന കുട്ടികളാണ്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മുറയല്ലെന്ന് പറയാൻ പറ്റുമോ? വേറെ ഫാമിൽ കൂടെ ചെന്നാൽ ഇത്തിരി എണ്ണയും തൂത്ത് ഇതുകൊണ്ട് ചാണകമായിരിക്കുന്ന ഇവിടെ എരുമക്ലാവിന്റെ ക്വാളിറ്റി കാണിച്ചത് ഇതുകൊണ്ടോ. ഇതൊക്കെയാണ് ഇത് എരുമക്കിടാവാണ് കേട്ടോ. കയറ് കെട്ടി വിട്ടിരിക്കുന്ന കയറ് കെട്ടി വിട്ടേക്കുന്ന എരുമക്കിടാവ്. അതിൽ കോട്ടയം ജില്ലയിലെ ഒരേ ഒരു ഫാമിൽ മാത്രമാണ് ഇപ്പോൾ പോത്തുകുട്ടികളുടെ നിലവിൽ കച്ചവടം നടക്കുന്നത്. കേരളത്തിലെ പല ഫാമുകളിലും ഇന്ന് മുറ പോത്തുകുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. അതായത് ലോഡ് വളരെ പരിമിതമായിട്ട് മാത്രമേ വരുന്നുള്ളൂ. എന്നാലും കോട്ടയം മുറ ഫാമിൽ എപ്പോഴും കുട്ടികൾ അവൈലബിൾ ആണ്. ഇന്ന് രാവിലെ ലോഡ് വന്നു. നമുക്ക് മറ്റേ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. പക്ഷേ പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുറയല്ല, ഇത് ഒറിജിനൽ മുറയല്ല, ഒറിജിനൽ മുറയെ നീയൊക്കെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ശരിക്കും എന്തായിരിക്കും അങ്ങനെ ചോദിക്കാനുള്ള ഒരു കാര്യം? ഇത് നമ്മൾ ഒറിജിനൽ എന്ന് പറയുന്നില്ല. ഇതും ക്രോസ് എന്ന് പറയുന്നത്. ഇതെല്ലാം ചന്തന്ന് പിടിച്ച് കയറി വരുന്ന കുട്ടികളാണ്. ഇത് നമ്മൾ ക്രോസ് കുട്ടികൾ എന്ന് പറയുന്നത്. പക്ഷെ കുട്ടികളുടെ ക്വാളിറ്റി ശരിക്കും ആൾക്കാർ വലിയ പോത്തുകളെ വെച്ചിട്ട് വലിയ ഷോ പർപ്പസിന് വേണ്ടി നിർത്തുന്ന പോത്തുകളെ 4-5 കൊല്ലം നിർത്തിയിട്ട് അത് വെച്ചിട്ടാണ് ഈ കുട്ടികളെ അളക്കുന്നത്. ശരി, എനിക്ക് വന്നൊരു കമന്റ് ഞാൻ പറയട്ടെ. ഞാൻ എൻ്റെ വീട്ടിലെ പോത്തിന്റെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ആൾക്കാർ എന്നോട് പറഞ്ഞതാണ്, അതായത് പല സ്ഥിരമായിട്ട് നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മുറ, അല്ലാതെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന കുട്ടികളല്ല. ഞാൻ അതുപോലെ വന്ന ഒരു കുട്ടിയെ ഒരു ഫാമിൽ നിന്ന് എടുത്തതാണ്. ഒരു 1.5 കൊല്ലം കൊണ്ടാണ് ആ ഒരു ലെവലിലേക്ക് വന്നത്. 3 കൊല്ലമൊക്കെ നിർത്തുമ്പോൾ അതിൻ്റെതായ ഷേപ്പിലേക്ക് വരും. എന്നാലേ നമുക്കത് മുറയാന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം കുട്ടികൾക്ക് അതിൻ്റെതായ വളർച്ചാ വ്യത്യാസം ഉണ്ടല്ലോ. ശരിയാ, ഓരോ ഷേപ്പിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. ഇതൊക്കെ ഗംഭീരം കുട്ടികളല്ലേ. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മുറയല്ലെന്ന് പറയാൻ പറ്റുമോ? വേറെ ഫാമിൽ കൂടെ ചെന്നാൽ ഇത്തിരി എണ്ണയും തൂത്ത് ഇതുകൊണ്ട് ചാണകമായിരിക്കുന്ന ഇവിടെ നിങ്ങൾക്ക് തൂക്കാൻ സമയമില്ലാത്തതുകൊണ്ടായിരിക്കും, എല്ലാം മടിയായിരിക്കും. അല്ല, നമ്മളങ്ങനെ ഒന്നും തൂക്കാറില്ല. ഇവിടെ വന്ന് കയറ് പോലും അഴിച്ചു വിട്ടുള്ള പരിപാടിയാണ്. ഇവിടെ കയർ ഇപ്പൊ കെട്ടി നിർത്തിയേക്കുന്നത് എരുമയാണല്ലേ. ഇതുകൊണ്ടോ ഇന്നത്തെ എരുമക്കിടാവുണ്ട്. എരുമക്കിടാവിന്റെ ക്വാളിറ്റി കാണിച്ചത് ഇതുകൊണ്ടോ. ഇതൊക്കെയാണ് ഇത് എരുമക്കിടാവാണ് കേട്ടോ. കയറ് കെട്ടി വിട്ടിരിക്കുന്ന കയറ് കെട്ടി വിട്ടേക്കുന്ന എരുമക്കിടാവ്. അല്ലാതെ ഈ കാണിക്കുന്നത് ഇപ്പം ഈ ഒരു കയറ് കെട്ടി കഴിയുമ്പോൾ ഇതിന്റെ ഷോ അങ്ങ് മാറും. അപ്പൊ ആ നേരത്തേക്കും ആൾക്കാർ പറയും മുറയെന്ന് പറയും. പക്ഷേ ഈ ബാച്ചിൽ വന്ന തന്നെയാണ് ഈ എരുമക്കുട്ടികളെ മാത്രം ഈ കയറ് കെട്ടി വിട്ടേക്കുന്നത് തിരിച്ചറിയാൻ വേണ്ടി, പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇതാ, ഇതൊരു അടിപൊളി എരുമക്കിടാവ്. തൂക്ക വ്യത്യാസമുണ്ട്. അതിൻ്റെതായ ഷേപ്പ്. അതെ, ശരിയാണ്. ഈ ചെറിയ കുട്ടികളെ പോലല്ല, വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്. ചെനേരും വേണ്ട. അപ്പൊ അതിന്റെ ഒരു ഷേപ്പ് നോക്കാമല്ലോ. ശരിക്കും ആൾക്കാർ കൊമ്പൊക്കെ വെച്ചിട്ടാണ് മുറയെ അളക്കുന്നത്. ശരിക്കും എരുമയുടെ ഒക്കെ വരുമ്പോഴത്തേക്കും കൊമ്പൊക്കെ നമ്മൾ ഈ പറയുന്ന ഒരു ഷേപ്പിലേക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. ഇത് വേണ്ടോ, ഇതിപ്പോ കറക്റ്റ് 8 മാസം ചെനയുള്ള എരുമയാണ്. ഇത് വലുതായി വരുമ്പോ ഇതേ ഷേപ്പിൽ പോത്തും വരും. അതെ, ഇതിനേക്കാൾ സൈസിലേക്ക് വരും. വേറൊരു എണ്ണം. ഇതിപ്പോ എത്ര മാസം ചെനയാണ്? 5.5 മാസം ചെനയുള്ള ഒരു മുറ എരുമയാണ്. വലുതാകുന്നതനുസരിച്ച് ഈ ഷേപ്പ് നമുക്ക് കയറി. ഈ എരുമയെ വളർത്തുന്നതുകൊണ്ട് അത്യാവശ്യം പ്രയോജനം ഉണ്ടല്ലോ. മുറയെ വളർത്തുന്നുണ്ട്. മുറയെ വളർത്തുന്ന വെച്ചാൽ അതിന്റെ ഇത് പാലിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഭയങ്കരമാണ്. നമ്മുടെ എപ്പോഴും ഉണ്ടാവും. അതിന് തൊട്ട് നമ്മുടെ എപ്പോഴും ഉണ്ടാവും. വേണ്ട, പോത്തുകുട്ടികളുടെ ക്വാളിറ്റി ഒന്നും പറയാനില്ല. ഇത് ഇപ്പം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന ഒരു കാര്യം, ഈ കുട്ടികളുടെ ഇത് വെച്ചിട്ട് നിങ്ങൾ വലിയ പോത്തിൻ്റെ പടം കണ്ടിട്ട് ഈ കുട്ടികൾ മുറ അല്ലെന്ന് നിങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കരുത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഷേപ്പിലേ ഇരിക്കത്തുള്ളൂ. ഇതിനെയൊക്കെ കണ്ടിട്ട് നമ്മൾ ഒരെണ്ണത്തിനെ മാറ്റി നിർത്തിയല്ല കേട്ടോ ഇത് ഈ വീഡിയോ എടുക്കുന്നത്. ഫുള്ള് കുട്ടികളെ നമ്മൾ കാണിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതെ, എല്ലാ കുട്ടികളെയും കാണിക്കും. പക്ഷെ വേറെ കാര്യമുണ്ട്, ചില സമയത്ത് നമുക്ക് കുട്ടികളെ കാണിക്കാനായിട്ട് കൂട്ടിനകത്ത് വെച്ച് കാണിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത് അന്നേരം തീർന്നു പോകുമായിരുന്നു. ഈ ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് നമുക്ക്. ഇത് നമ്മൾ ക്രോസ് കുട്ടികൾ എന്ന് പറഞ്ഞ് വിൽക്കുന്നു. അതെ, ഒരെണ്ണം പോലും ഈ കൂട്ടിന്ന് ഒറിജിനൽ എന്ന് പറഞ്ഞ് പറയുന്നില്ല. ഇല്ല, കൊടുക്കത്തില്ല. എനിക്ക് തോന്നുന്നു കോട്ടയം ജില്ലയിൽ നിന്നല്ല, കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം ഫാമുകളിൽ മാത്രമേ ഇപ്പോൾ മുറ പോത്തുംകുട്ടികൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൽ കോട്ടയം ജില്ലയിലെ ഒരേ ഒരു ഫാമിൽ മാത്രമാണ് ഇപ്പോൾ പോത്തുംകുട്ടികളുടെ നിലവിൽ കച്ചവടം നടക്കുന്നത്. അത് കോട്ടയം മുറ ഫാം തന്നെയാണ്.